അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 35ഓളം വിങ്ങുകളായിട്ട് 21ഓളം കോർഡിനേറ്റർമാർ സൗജന്യമായി സേവനം ചെയ്ത് പ്രവർത്തിക്കുന്ന അവരുടെ ആയിരക്കണക്കിന് പ്രൊജക്റ്റുകൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി ഇതുവരെ നടന്നു കഴിഞ്ഞു. അൽഹംദുലില്ലാ. മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു 10 വർഷത്തോളമായി വളരെ സജീവമായി തന്നെ ഇന്ത്യയിലുടനീളം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ഭവനരഹിതരായ ആളുകൾക്ക് 600-ലധികം വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. 371ാമത്തെ വീടാണ് നമ്മളിപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. യതീമായ 2 കുട്ടികൾക്കും അവരുടെ ഉമ്മാക്കും ഇന്ന് കൈമാറിക്കുന്ന വീടിന്റെ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തട മകളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ റഷീദ് ക്ഷണിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. ഒരു വലിയ പരിപാടിയാക്കാതിരിക്കുന്നതിന് പ്രത്യേക കാരണം നമുക്കറിയാം. നമ്മൾ ഒരു പാവപ്പെട്ട ഒട്ടനവധി കുടുംബങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെൽട്ടർ ഇന്ത്യ, അതുപോലെ ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ കീഴിലുണ്ട്. രോഗികളായ ആളുകൾക്ക് ശുശ്രൂഷകൾ നൽകുന്നു, മരുന്നിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകുന്നു. അതുപോലെ ഈ ഓർഫൻ കെയർ, പാവപ്പെട്ട ഓർഫനായിട്ടുള്ള കുട്ടികളെ വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും മറ്റു മെറ്റീരിയൽസുകളൊക്കെ നൽകിക്കൊണ്ട് വളരെ വിപുലമായി ഈ ട്രസ്റ്റ് 10 വർഷത്തിലേറെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതുകൊണ്ട് നേട്ടം ലഭിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന മാത്രമാണ് നമുക്ക് കിട്ടുന്ന കാര്യമായിട്ടുള്ള ഒരു സ്വത്തായിട്ടുള്ളത്. പല ആളുകളും മനസ്സറിഞ്ഞ് സഹായിക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇത്തരം വീടുകൾ നിർമ്മിച്ച് അതിൻ്റെ പണി പൂർത്തിയാക്കി ആ കുടുംബങ്ങൾക്ക് നൽകുമ്പോൾ അവർ ഈ കാര്യങ്ങൾ അറിയുകയും കാണുകയും വേണം എന്നുള്ള നിലക്കാണ് ഇത്ര ചെറിയൊരു സദസ്സാണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. ഞാൻ ദീർഘിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് തിരക്കിനിടയിൽ പല പ്രാവശ്യം വിളിച്ച അദ്ദേഹം, നമ്മുടെ ഇസ്മായിൽ മുത്തേടം, നമുക്ക് ഒരുപാട് സംഗതികൾ നമ്മുടെ ഇതിനു മുമ്പും ഷെൽട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഈ അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിന്റെ താക്കോൽദാന കർമ്മത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ റഷീദ് മാഷ്, ഇബ്രാഹിം മാഷ് അടക്കമുള്ള വേദിയിലെ പ്രിയപ്പെട്ട ഷെൽട്ടർ ഇന്ത്യ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷത്തിലെ ഒരു നിമിഷമാണ് ഈ സമയം. റഷീദ് മാഷ് പറഞ്ഞതുപോലെ വീടുണ്ടാക്കി കൊടുക്കുന്നത് ഒരു പാവപ്പെട്ട യതീം കുട്ടികൾക്കും അത് ഒച്ചപ്പാടില്ലാതെ നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. എന്തായിരുന്നാലും ഇതിനെ സഹായിച്ച, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി സഹായിച്ച മുഴുവൻ ആളുകൾക്കും സർവശക്തനായ റബ്ബ് പ്രത്യേകം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് വലിയ ഒരു പ്രയാസം നിറഞ്ഞ കാലമാണ്. അങ്ങനെ പ്രയാസപ്പെട്ടൊരു കാലത്ത് ഇത്തരം ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുക എന്നുള്ളത് അതിലേറെ ഒരു ഉത്തരവാദിത്തമാണ്. എന്നെ റഷീദ് മാഷ് വിളിക്കുന്നത് ഒരു വൈകുന്നേരം 5 മണിക്കാണ്. നാളെ രാവിലെ 8 മണിക്ക് ഒരു താക്കോലൊന്ന് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷെ ഞാൻ നാളെ തിരുവനന്തപുരത്താണ്, ഇന്ന് രാത്രി പോകുന്നതാണ്, അതുകൊണ്ട് പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്ന് വേറെ ദിവസമാക്കണം. 371ാമത്തെ വീടാണ് കൊടുക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവ് എന്ന് ഈ നേരത്തെ നിലപ്പം അവിടെ നിന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും 8ആയിരുന്നാലും 10ആയിരുന്നാലും ഒരു 371 വീട് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ചത് ഇതിന്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് ഇത്ര വേഗത്തിൽ ഇങ്ങനെ 371 വീട് കൊടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തനത്തിന് നൽകിയ ഒരു വലിയ അംഗീകാരമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 371 വീട് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 34-35 കോടി രൂപയുടെ വീടാണ് ഇവിടെ നൽകിയത്. അപ്പോൾ 10 കൊല്ലം എന്ന് പറയുന്നത് 365 × 10 3650 ദിവസമാണ്. 3650 ദിവസം കൊണ്ട് ഇത്രയും ആളുകൾക്ക് നമുക്കിത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു ദൗത്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. അപ്പോൾ വീട് എടുക്കുന്ന ആളുകൾക്കും ഇത് നൽകുന്ന ആളുകൾക്കും
ഇത് കൊണ്ടെടുക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പ്രയാസമുള്ളൂ. ഇതിനെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആൾക്ക് ഇതിനെങ്ങനെയും വിലയിരുത്താം. കാരണം അവർക്ക് വിലയിരുത്തി പോയാൽ മതി, മുടക്കൊന്നുമില്ലല്ലോ, മുടക്കില്ലാത്ത സാധനം മതി. നമ്മളെ സമയം മുടക്കുന്നു, നമ്മളെ സമ്പത്ത് മുടക്കുന്നു, നമ്മളെ ബുദ്ധി ഉപയോഗിക്കുന്നു, എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പ്രൊജക്ടുകൾ നടപ്പാക്കുക എന്നുള്ളത്. അതിന് മുന്നോട്ട് വരിക എന്നുള്ളതാണ് വലിയൊരു ദൗത്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഇതൊക്കെ വളരെ വേഗത്തിൽ ഒരു 2-3 വർഷം കൊണ്ട് ഇതിന്റെ ഷെൽട്ടറിന്റെ എണ്ണം 370 എന്നുള്ളത് നമുക്കൊരു 4 അക്കമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ്. എത്ര വീട് കൊടുത്താലും നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഞങ്ങളെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നമ്മൾ 2 വർഷമായി ഞങ്ങളിങ്ങനെ താല്പര്യം എടുത്തിട്ട് ഭൂമി ഇല്ലാത്ത 1000 ആൾക്ക് ഭൂമി കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾ 970 ആൾക്ക് കൊടുത്തു. ഈ ഒരു 3 മാസം കൊണ്ട് അത് 1000 തേക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്തത് മൂട്ടയത്താണ്. 243 ആളുകൾക്കാണ് 4 സെന്റ് ഭൂമി വെച്ച് കൊടുത്തത്. അപ്പോൾ കൊടുത്തപ്പോൾ ഭൂമി കൊടുത്തു എന്നുള്ളതിനപ്പുറം അത് സമയത്ത് രജിസ്റ്റർ ചെയ്ത് അവർക്ക് വീട് കിട്ടാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ 1000 ആളുകൾക്ക് ഭൂമി കൊടുക്കുക, ഒരാളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിന്റെ വലിയൊരു അംഗീകാരമാണ്. അത് തീർച്ചയായിട്ടും പൊതുസമൂഹം വിലയിരുത്തും, അതിൻ്റെതായ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വലിയ മുന്നേറ്റമാണ് ഷെൽട്ടർ ഇന്ത്യ ട്രസ്റ്റ് നടത്തിയെടുക്കുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയ പ്രയാസങ്ങൾ നടന്നു. ഞങ്ങൾ തന്നെ നടത്തപ്പെടുന്ന ഒരു എത്തിങ്ങാനുണ്ട്, തൊട്ട് ചാരിക്കുന്ന ഭൂമി നമ്മളാണ്. ഞങ്ങൾക്കത് നടത്തി പോകുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസം നേരിട്ട് കൊടുക്കുകയാണ്. വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് പറ്റാത്ത കുട്ടികൾ പോലും പുറത്തുനിന്ന് വരികയാണ്. ആ വരുന്നതോട് കൂടി നമ്മളെ കുട്ടികളെ കൾച്ചർ മാറുകയാണ്. എന്നാൽ നമുക്കത് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രയാസങ്ങൾ എന്നിട്ട് ഇതൊക്കെ പൂട്ടി പോകണം എന്ന് പറയുന്ന കാലത്ത് എന്നാൽ ഇത് പൂട്ടിയാൽ അതൊരു സംവിധാനം ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും കൂടി പറയുന്നൊരു സമയം. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. വലിയ ദൗത്യം ഇനിയും നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ തൊഴിൽ പരിശീലന രംഗത്തും നമുക്ക് മുന്നേറ്റം. ഞാനത് ഒരു സെക്കൻഡ് കൊണ്ട് വായിച്ചാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളെ ഇന്ന് നാട്ടിൽ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒറ്റപ്പെട്ട ജീവിതമാണ് ആളുകൾക്ക് താല്പര്യം എന്ന് പുതിയ കാലത്ത് നമ്മൾ തെളിയിക്കണം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പ്രത്യേകിച്ച് നിങ്ങളൊക്കെ കുത്തുബ നടത്തുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത്, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത്, കല്യാണം കഴിക്കുകയും നിക്കാഹ് കഴിക്കുകയും ഒരു 3 മാസം 4 മാസം നിൽക്കുകയും പിന്നീട് ഡൈവേഴ്സ് ചെയ്യുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന വലിയ ഒരു പ്രയാസകരമായ അവസ്ഥ എന്നാണ്. ഇപ്പം ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞത്, ഭർത്താവ് കാര്യം തീർക്കുന്നില്ല, എന്താണ് മാർഗമെന്നാണ്. കാര്യം തീർക്കില്ല. ഒന്ന് മുത്തലാഖ് വന്നുകൊണ്ട് ഓടിച്ചെന്ന് കാര്യം വിവാഹമോചനം നടത്താൻ പറഞ്ഞാലും വിവാഹമോചനം നടക്കാതിരിക്കുന്നതിന് മുത്തലാഖ് കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊന്ന് കുടുംബമായി ജീവിക്കേണ്ട, ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് വലിയ ഒരു പുതിയ തലമുറ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പോകണം. അപ്പം ഇത്തരം വലിയ പ്രയാസങ്ങൾക്കൊക്കെ നമുക്ക് നമ്മളെ സമുദായത്തെ ബോധവൽക്കരിക്കേണ്ട കാലഘട്ടം അതിന് വളരെ വൈകിട്ടുണ്ട്. ബോധവൽക്കരണം ഉണ്ടാകാം, പക്ഷെ ഇപ്പോൾ നന്നായിട്ടുണ്ട്. കാരണം അത് വളരെ നന്നായി നടത്തുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വലിയ ഒരു വിലത്തായിരുന്നു സ്ത്രീധനം. 1985 മുതൽ 2000 വരെ 15 കൊല്ലക്കാലം നമ്മൾ നിരന്തരം കിട്ടുന്ന വേദിയിലൊക്കെ സ്ത്രീധനത്തിനെതിരെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ ഇന്ന് അത് ആ പ്രസംഗം കൊണ്ടും ആ ഉത്ബോധനം കൊണ്ടും ആയിരിക്കാം നമ്മൾ ഇന്ന് ഒരാൾക്കും സ്ത്രീധനത്തിന്റെ ആവശ്യമില്ല, അത് ചോദിക്കുന്ന പോലുമില്ല. ഇല്ലാത്തവനോ ചോദിക്കുന്നവൻ ഉള്ളവനും ചോദിക്കാത്ത അവസ്ഥയിലേക്ക് അത് മാറ്റിയെടുത്തത് നമ്മുടെ സമുദായത്തിലുണ്ടായ വലിയൊരു ജീർണതയെ നമ്മൾ ഇല്ലാതാക്കി എന്നുള്ളത് നമ്മളെ മിമ്പറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ വലിയൊരു സമര പോരാട്ടമാണ്. അതുപോലെയുള്ള സമരഘട്ടമാണ് ഇപ്പോൾ നടത്തേണ്ടത്. അത് നമ്മുടെ പണ്ഡിതന്മാരെ ഏറ്റെടുക്കേണ്ടതാണ്. ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന വേദിയിലാണെന്ന് പറയാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വഷളായിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് ആളുകൾ എത്തുക. ഇത് നമുക്ക് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൽ ഇടപെട്ട് തീർക്കാവുന്ന രീതിയിലേക്ക് ഇപ്പോൾ ആളുകൾ പറയും കൗൺസിലിംഗ് ആണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊരു ധാരണ കൗൺസിലിംഗ് പറഞ്ഞാൽ പിന്നെ മാനസികമാണ്. പിന്നെ ഭാര്യയും വരില്ല, ഭർത്താവും വരെ ഭർത്താവ് വരെ ഓക്കാൻ മാനസികമാണ്, ഭാര്യ വരെ അവനാണ് ഭർത്താവിനാണ്. രണ്ടും കൂടി മാനസികമായിട്ടുള്ളത്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് തീർക്കുക എന്ന് പ്രതീക്ഷിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ സമുദായം ഒന്നും കൂടി കാലെടുത്ത് വെക്കണം എന്നാണ് എനിക്ക് സാനുഭൂതികമായി പറയാനുള്ളത്. എന്തായിരുന്നാലും ഈ ചടങ്ങിൽ എന്നെ വിളിച്ച സംഘാടകരെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്തരം ഒരു കാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ ചെയ്തതിൻ്റെ ഇതിൽ പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ളത് നാളെ സർവക്ഷമിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് എന്നെ വിളിക്കാനും എന്നെ തെരഞ്ഞെടുക്കാനും എന്നെ പ്രേരിപ്പിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത്